എന്ത് സർക്കാരാണ് കൂട്ടായ്മ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, ഞാൻ പറയുന്നതേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയും ഹൃദയവുമാണ് CPIM-ഉം CPI-യും. CPIM CPI മുന്നണി കൂട്ടുകെട്ട് ഏറ്റവും ശക്തമാണിപ്പോൾ. മറ്റേതൊരു കാലഘട്ടത്തിലും കാണാത്ത രൂപത്തിലുള്ള CPI-CPIM ബന്ധം രാഷ്ട്രീയമായി അതുപോലെ തന്നെ ഭരണതലത്തിൽ ഏറ്റവും ഫലപ്രദവും ശക്തവുമാണ്. ആ ബന്ധം ഏതെങ്കിലും രൂപത്തിൽ അറ്റുപോകുമെന്ന് നിങ്ങളാരും ധരിക്കരുത്. ഇപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPI ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയ ദിവസം തന്നെ UDF-ൻ്റെ കൺവീനർ UDF-ലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം UDF ശുഷ്കമാണ് എന്നുള്ളതാണ്. LDF-ൽ നിന്ന് ഒരു ഘടകകക്ഷിയെ കിട്ടാതെ ജമ്മത്തിൽ UDF-ന് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഇതുവഴി അടൂർ പ്രകാശ് നൽകിയത്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ LDF-ൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ CPI വിട്ടുപോകുമെന്ന് ആരും ധരിക്കരുത്. ഈ ആടിൻ്റെ ഇളകുന്ന അകിട് കണ്ട് പിന്നാലെ പോയ കുറുക്കനുണ്ട്, ഇതിപ്പം വീഴും ഇപ്പം വീഴും ഇപ്പം വീഴും എന്ന് ധരിച്ചിട്ട്. അത് വീണിട്ടേ ഇല്ല, കിളക്കേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകകക്ഷി UDF-ലേക്ക് പോകുമെന്ന് ആരും ധരിക്കണ്ട. രണ്ടാമത്തെ കാര്യം, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ചില പരാമർശങ്ങൾ ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു, ഞങ്ങളൊന്നായി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രകോപനപരമായിട്ടുള്ള പരാമർശം നടത്തുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വികാര പ്രകടനമായിട്ടേ ഇപ്പം എനിക്ക് തോന്നുള്ളൂ. അത് അദ്ദേഹം തന്നെ തിരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബിന്ദു മിനിസ്റ്റർ ചെയ്ത കാര്യം, ആരോഗ്യരംഗത്ത് വീണ ജോർജ് ചെയ്ത കാര്യം, അതിൻ്റെ തന്നെ തുടർച്ചയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ചെയ്തിട്ടുള്ളത്. എവിടെയെങ്കിലും ആലോചിക്കാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 1200 കോടി രൂപ ഇപ്പം നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗവും അതുപോലെ തന്നെ ഈ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടഞ്ഞു വെച്ചത് ഇപ്പം നമുക്ക് കിട്ടി. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്പെഷ്യൽ ഫണ്ട് രാഷ്ട്രീയ ഉച്ചധാർ ശിക്ഷാ അഭിയാൻ ആയിരുന്നു ആദ്യം, പിന്നീട് അത് PM ഉഷ പദ്ധതിയായി. PM ഉഷ എന്ന് പറഞ്ഞാൽ PT ഉഷയല്ല, PM ഉഷ, പ്രൈം മിനിസ്റ്റർ ഉച്ചധാർ ശിക്ഷാ അഭിയാൻ. അത് 405 കോടി രൂപ ഇപ്പം നമ്മൾ വാങ്ങി, പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്. അതിൽ 100 കോടി രൂപ കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്കും 100 കോടി രൂപ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും 20 കോടി രൂപ MG യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ 4 ജില്ലക്ക് 10 കോടിയും പിന്നെ 11 കോളേജുകൾക്ക് കുറച്ച് കാശുമായിട്ട് നമ്മൾ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞു. ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1476 കോടി രൂപ നമുക്ക് തരാൻ ബാക്കിയായിരുന്നു. അത് സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ടുള്ള കാശും അതുപോലെ തന്നെ PM ശ്രീ സ്വീകരിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട കാശും കൂടി 1476 കോടി രൂപ ഉണ്ട്. ഏതാണ്ട് 40 ലക്ഷം കുട്ടികൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത്. പശ്ചാത്തല സൗകര്യം,
പഠന നിലവാരം ഉയർത്തൽ, അതുപോലെ തന്നെ ഉച്ചക്കഞ്ഞി, അതുപോലെ തന്നെ ഡ്രസ്സ്, സൗജന്യ ഡ്രസ്സ്, ഇതെല്ലാം പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്കൊക്കെ കിട്ടേണ്ട കാര്യങ്ങളാണിത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പം ശിവൻകുട്ടിയും ചെയ്തിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറം ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഇതിലെന്താണോ നിബന്ധനകൾ വെച്ചത് അതേ നിബന്ധന തന്നെയാണ് അദ്ദേഹം അംഗീകരിച്ചത്. ഇതേപോലെ തന്നെയാണ് വീണ മിനിസ്റ്റർ. അതും ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് 800 കോടി രൂപ തരാൻ ബാക്കിയായിരുന്നു. 600 കോടി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അതിലാകെ നമ്മളെന്താ ചെയ്തത്? ആകെ ചെയ്തത് ഒരു ടാഗ് ലൈൻ, കേന്ദ്രത്തിൻ്റെ കാശല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായി ആരോഗ്യം പരമം ധനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാഗ് ലൈൻ അതിൻ്റെ കൂടെ വെച്ചു. കേന്ദ്രത്തിൻ്റെ എംബ്ലം അതിൻ്റെ കൂടെ വെച്ചു. ഇതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല.